രാമായണത്തിൽ മുഖ്യമായും 2 കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസാണല്ലോ. ബാലി വധവും സീതാപരിത്യാഗവും. ബാലിവധം ബാലി സൽഗതിയാണെന്ന് ഞാൻ പറഞ്ഞു. സീതാപരിത്യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം വായിച്ചാൽ പോരാ. രാമായണത്തിൽ ഉടനീളം തുടക്കം മുതൽ ഒടുക്കം വരെ രാമനെയും സീതയെയും നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് വാൽമീകി. അത് മനസ്സിലാക്കണം. ഈ മാത്രമല്ല സൂര്യവംശ രാജാക്കന്മാരെ പൊതുവെയും മനസ്സിലാക്കണം. എങ്കിലേ അത് പിടികിട്ടു. ആകാര സദൃശ പ്രജ്ഞയാ സദൃശാഗമ ആഗമൈ സദൃശാരംഭ ആരംഭ സദൃശോദയ. ആകൃതിക്കൊത്ത ബുദ്ധി, ബുദ്ധിക്കൊത്ത പഠിപ്പ്. ആകാര സദൃശ പ്രജ്ഞയാ സദൃശ ആഗമ, ആ ശാസ്ത്രജ്ഞാനം എന്നെടുക്കണം. ആഗമൈ സദൃശാരംഭ ആരംഭ സദൃശോദയ. ആരംഭ സദൃശോദയ, ഉദയം എന്ന് പറഞ്ഞാൽ ഫലപ്രാപ്തി. എന്ത് ചെയ്താലും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കും. അതാണ്, അതിനുള്ള കഴിവുണ്ട്. അതാണ് ബുദ്ധിയുടെ ഗുണമെന്താ? ശുശ്രൂഷയാണ് ബുദ്ധിയുടെ ഗുണം. പഠിപ്പിന്റെ ഗുണം സംശയരാഹിത്യമാണ്. ഉദ്യമത്തിന്റെ ഗുണം നിഷ്കാമതയാണ്. സമൃദ്ധിയുടെ ഗുണം അന്യർക്ക് ഉപജീവനാകുക എന്നതാണ്. അവിടെ എന്തൊക്കെ പറയണു? പ്രജാനാമേവ ഭൂത്യർത്ഥം സതാഭ്യോ ബലിമഗ്രഹീത് സഹസ്രഗുണമുത്സൃഷ്ടം ആദത്തേ ഹിരസംരവി. പ്രജകളുടെ തന്നെ ഐശ്വര്യത്തിന് വേണ്ടി അവരുടെ പക്കൽ നികുതി പിരിക്കും. പക്ഷെ അത് ഏതുപോലെയാ? സൂര്യൻ 1000 മടങ്ങായി പെയ്തു കൊടുക്കാനാണല്ലോ, വർഷിക്കാൻ വേണ്ടിയാണല്ലോ, വെള്ളം വർഷിക്കാൻ വേണ്ടിയാണല്ലോ വലിച്ചെടുക്കണത്. നീരാവിയായി സമുദ്രത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയാ? 1000 മടങ്ങായിട്ട് അത് തിരിച്ച് ശുദ്ധജലമാക്കി, അല്ലെങ്കിൽ ഉപ്പ് മാറ്റി ശുദ്ധജലമാക്കി. ആർക്ക് സാധിക്കും? അത് സൂര്യനെ സാധിക്കുള്ളൂ. അതേമാതിരിയാണ് ഈ സൂര്യവംശ രാജാക്കന്മാരുടെ, ശ്രീരാമേന്ദ്രന്റെയൊക്കെ ഭരണം ജനങ്ങളിൽ നിന്ന് വെറുതെ നികുതി വാങ്ങല്ല, അത് 1000 മടങ്ങായി തിരിച്ചു കൊടുക്കാനാണ് എന്നൊന്ന് മനസ്സിലാക്കൂ. എന്നാലേ ആ സംഗതി മുഴുവൻ പിടിക്കുള്ളൂ. പ്രജ എന്ന് പറയുന്നതൊക്കെ ഇവിടെ തന്റെ മക്കളെ മാതിരിയാണ് അവർ കണ്ടിരുന്നത് പ്രജകളെ. അപ്പൊ പറഞ്ഞില്ലേ, പ്രജാനാമേ ഭൂത്യർത്ഥം പ്രജാനാം വിനയാധാനാത് രക്ഷണാത് ഭരണാദപി സപിതാ പിതരസ്താസാം കേവലം ജന്മഹേതവ. സാധാരണ അച്ഛന്മാരുണ്ടല്ലോ, ജന്മം നൽകിയവര്, അവർ വെറുതെ ജന്മം നൽകിയവര്, ബീജദാതാക്കൾ മാത്രമാണെന്ന്. ഇവിടെ വിനയാധാരണ എന്ന് പറഞ്ഞാൽ വെറുതെ വിനയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വിദ്യ, അറിവ്, പിന്നെ പോറ്റുന്നവര്. പ്രജകളുടെ അച്ഛൻ തന്നെയാണ് രാജാവ് അക്കാലത്ത്. അവരുടെ അച്ഛന്മാരോ പിറവി കൊടുത്തവർ മാത്രം. ഇവിടെ വിനയത്തിന് നമ്മള് സംസ്കാരം എന്ന് തന്നെ എടുക്കണം. വിദ്യ, വിനയം ഒക്കെ പെടും, സംസ്കാരം എന്ന് എടുക്കണം, എന്നാലേ ഇത് പൂർണ്ണമാവുള്ളൂ. ദുദോഹ ഗാം സയജ്ഞായ സസ്യായ മഖവാദിവം. ഇങ്ങനെ പോവും. എത്രയാ പറയണേ വിചാരം? വാസ്തവത്തിൽ അവര് രാജ്യം ഭരിച്ചിരുന്നത് എന്തിനു വേണ്ടിയാ? ഒരു ഈശ്വര ആരാധന എന്ന മട്ടിലാണ്. പ്രജാസംരക്ഷണം അവർക്ക് ഈശ്വര ആരാധനയായിരുന്നു. ആ രാമരാജ്യം പിതാവ് പുത്രന്മാരെ എന്ന വണ്ണമാണ് രാമൻ പ്രജകളെ കരുതിയിരുന്നത്, സ്വന്തം പുത്രന്മാരെ പോലെ. അത് സീത തന്നെ പറയുന്നുണ്ട്. സീതാ പരിത്യാഗത്തിന് ശേഷം സഹോദരന്മാരെ എങ്ങനെ കാണുന്നു അങ്ങ് അതേമാതിരി കാണുന്നത് തുടരണം എന്ന് പറയുന്നുണ്ട് ലക്ഷ്മണനോട് മെസ്സേജ് കൊടുക്കുമ്പോൾ. ആരുടെ സങ്കടവും കേൾക്കാൻ ഒരു സദാ സന്നദ്ധരായിരുന്നു. അതൊരു കഥ തന്നെയുണ്ട് രാമായണത്തിൽ, ഉത്തരാമായണത്തിൽ ഇതിനെക്കുറിച്ച്. സാരമേയത്തിനൊരു കഥ, സാരമേയ പ്രതിയാനം എന്നുള്ളൊരു ചാപ്റ്റർ തന്നെയുണ്ട്. രാമൻ സദസ്സിൽ ഇരുന്ന് പരാതികൾ കേൾക്കായിരുന്നു. പരാതികളൊക്കെ കഴിഞ്ഞപ്പോൾ ലക്ഷ്മണനോട് ചോദിച്ചു, പുറത്തുപോയി നോക്കൂ, ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി. അപ്പാണ് ഇദ്ദേഹം വന്ന് പറയണത്, എന്താ ലക്ഷ്മണൻ, ആരുമില്ല. അപ്പൊ രാമൻ പറഞ്ഞു, ഒന്നുകൂടി പോയി നോക്കൂ. പോയി നോക്കിയപ്പോൾ ഒരു പട്ടിയുണ്ട്, അതിനെ വിളിക്കൂ, എന്താ പരാതി ചോദിക്കൂ. പട്ടിയോട് എന്താ പരാതി ചോദിച്ചപ്പോൾ പട്ടി പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ എന്നെ തല്ലി, ചോര വലിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയും. എന്തിനാ തല്ലിയത്? നീ വല്ല തെറ്റും ചെയ്തോ? ഇല്ല. എന്താ ഉണ്ടായത്? അപ്പൊ പറയും, അവിടെ എന്തോ ഒരു യാഗം നടത്തേണ്ടവര്, ഞാനവിടെ പോയി നോക്കി നിന്നതേ ഉള്ളൂ, ഞാനൊന്നും എടുത്തിട്ടില്ല. അപ്പൊ തന്നെ ഭടന്മാരെ അയക്കുന്നു ആ ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ടുവരാൻ. ബ്രാഹ്മണൻ വരുന്നു. രാമായണത്തിലെ അവസാനം ഈ പട്ടിക്കഥ കാണാം. മഹാഭാരതത്തിലുണ്ടല്ലോ പട്ടി അവസാനം. യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് പോകാൻ വിളിക്കാൻ വന്നപ്പോഴേക്കും അവിടെ കൂടെ ഒരു പട്ടി വഴിയിൽ നിന്ന് കൂടിയിട്ടുണ്ടല്ലോ.
ആ പട്ടിയില്ലെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ ആളാണ് യുധിഷ്ഠിരൻ മഹാഭാരതത്തില്, മഹാപ്രസ്ഥാനത്തിന്റെ അവസാന ഘട്ടത്തിൽ. തന്നായിക്കു തന്നോടൊപ്പം കേറിയിടാൻ പാടില്ലാത്തോരം നാഗമാശിപ്പീല താനെന്നാൻ യുധിഷ്ഠിരൻ. നമ്മളോ, കവി ചോദിക്കണു, നമ്മളോ മണ്ണിൽ തന്നെ നമ്മൾ തൻ ഭ്രാതാക്കളെ ധർമ്മത്തിൻ പേരിൽ തല്ലിയോടിപ്പോർ അദ്വൈതികൾ. നമുക്കുള്ളൊരു കൊട്ടാണ് നല്ല ചിന്തിക്കണം. ഇവിടെ ഈ പട്ടി ബ്രാഹ്മണൻ വന്നു, ബ്രാഹ്മണൻ പറഞ്ഞു, ചോദിച്ചു ബ്രാഹ്മണനോട്, ബ്രാഹ്മണൻ പറഞ്ഞു ഇല്ല, പട്ടി ഒന്നും തിന്നിട്ടില്ല. അപ്പോഴത്തെ എൻ്റെ ഒരു എന്തോ മൂഡ് അങ്ങനെയായിപ്പോയി, മാത്രമല്ല എനിക്ക് വിശപ്പുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് പറ്റിയതാണ്. ശരിയാണ്, അതൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ തല്ലിയതും ശരിയാണ്. അപ്പൊ രാമൻ പട്ടിയോട് ചോദിച്ചു ഇദ്ദേഹത്തിന് എന്ത് ശിക്ഷ കൊടുക്കണം. എല്ലാവരും ചിരിച്ചു. കർഷകൻ പട്ടിക്കൊക്കെ പറയാൻ, പട്ടി അപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിന് അവിടെ ഒരു പോസ്റ്റുണ്ട്, രാജാവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പോസ്റ്റുണ്ട്, ആ പോസ്റ്റിൽ ഇയാളെ അഭിഷേകം ചെയ്യണം എന്ന് പറയും. ആ പോസ്റ്റ് എന്താ വെച്ചാൽ അന്ന് രാജാവിന്റെ ഡ്യൂട്ടി, പ്രധാന കാര്യങ്ങൾ കഴിഞ്ഞാൽ ഓൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇദ്ദേഹത്തിന്റെ കീഴിലാണ്. എന്നുവെച്ചാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസം കംപ്ലീറ്റ് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മാതിരി, പ്ലസ് അത് മാത്രമല്ല മറ്റൊരു ജോലി കൂടി, ഓൾ ടെമ്പിൾസ്, ഓൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അദ്ദേഹത്തിന്റെ കീഴിലാണ്. അപ്പൊ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റോ പിന്നെ UGC ചെയർമാൻ എഡ്യൂക്കേഷന് അങ്ങനെയൊക്കെ വരും. ഇതൊക്കെ കൂടിയിട്ടുള്ള പോസ്റ്റാണ്, അത് വലിയ പോസ്റ്റാണ്. അപ്പം തന്നെ രാമൻ പറയും അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യാൻ ഏർപ്പാടാക്കുമെന്ന്. അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞ് ആളുകളെ മൂക്കിൽ വിരൽ വെച്ച് നിൽക്കുകയാണേ. അപ്പൊ രാമൻ തന്നെ പട്ടിയോട് ചോദിച്ചു എന്താ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ പട്ടി പറഞ്ഞു ഞാൻ ആ പോസ്റ്റിലിരുന്നതാ കഴിഞ്ഞ ജന്മം, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ കൈയിട്ട് വാരിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയത്. മനസ്സിലായോ? എത്ര പാഠം പഠിക്കാനുണ്ടായിട്ടൊക്കെ. ആലോചിച്ച് നോക്കൂ. സന്ദർഭം കിട്ടിയാൽ എല്ലാവരും ഇതൊക്കെ ചെയ്യും. ചെയ്യരുത്, ചെയ്താലുള്ള ഫലം ഇതാണ്, കർമ്മഫലം വിട്ടുപോകില്ല എന്ന് കാണിക്കാണ്. ഇതിപ്പോ പറയാൻ കാരണം ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. രാജ്യത്തിൽ നിന്ന് ദാരിദ്ര്യം പാടയെ നിർമ്മാർജ്ജനം ചെയ്യാൻ പരമാവധി കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ശ്രീരാമേന്ദ്രൻ. അതിനുവേണ്ടി രാജാവെന്നുള്ള ആ ഉന്നത പദവി മറന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായി അവരിൽ ഒരാളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി, മുമ്പിലും പിന്നിലും നടുവിലും നിന്നിട്ട്. അല്ലാതെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് നിയമം പാസ്സാക്കുകയോ ഓർഡർ ഇടുകയോ അതല്ല ചെയ്യാറ്. നേരിട്ട് ധനവാന്റെ അധിക സമ്പത്ത് ധനമില്ലാത്തവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ നിയമം പാസ്സാക്കല്ല, അവരെ പ്രസ്വരിയും പറഞ്ഞു മനസ്സിലാക്കിക്കും സ്നേഹബുദ്ധിയ. രാമരാജ്യത്തിൽ സർവ്വജനങ്ങളും തുല്യരായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതായിരുന്നു ആദർശ മുദ്രാവാക്യം. പ്രാരബ്ധത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും, എന്നാലും കഴിവതും ആ ഗ്യാപ്പ് കുറക്കണം എന്നായിരുന്നു. രാജാവെന്നുള്ള ഉന്നത സ്ഥാനം രാമേന്ദ്രൻ ഒരിക്കലും ഗൗനിച്ചിരുന്നില്ല. സ്നേഹവും സമഭാവനയും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. പ്രജകളുടെ അഭിമതം, പ്രജകളുടെ അഭിപ്രായം, അതിനെ അദ്ദേഹം അങ്ങേയറ്റം ആദരിച്ചിരുന്നു. അന്ന് വാസ്തവത്തിൽ ജനാധിപത്യമല്ല, പക്ഷെ അദ്ദേഹം ആ രീതിയില്ല. എല്ലാം അന്വേഷിക്കും, ചോദിക്കും, മനസ്സിലാക്കും, നേരിട്ട് തന്നെ. മിഡിൽമാൻമാരില്ല, ഇടയിലുള്ള മാടമ്പിയോ ഇടയിലുള്ള ആളുകളില്ല. അവര് അല്ലെങ്കിൽ വാലുവെക്കും, നേരിട്ട് വിവരങ്ങൾ കിട്ടില്ല രാജാവിന്. ഇതെല്ലാം പിന്നെ ചാരന്മാരുടെ ശൃംഖലയൊക്കെ അങ്ങനെയായിരുന്നു. 3 ചാരന്മാർ പറഞ്ഞാലേ രാമൻ വിശ്വസിക്കുള്ളത്. 3 പേരും തമ്മിൽ അറിയാത്തവരാണ്. ഒരു ചാരന് മറ്റൊരു ചാരനെ അറിയില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ. യാതൊരു വിധത്തിലുള്ള ദുഃഖവും രാജ്യവാസികൾക്കുണ്ടാകരുത്, പ്രജകൾക്കുണ്ടാകരുത് എന്ന രീതിയിലായിരുന്നു ഭരണം. എല്ലാ പരിഷ്കാരങ്ങളും ഒക്കെ. ജാതി വ്യത്യാസം ഒട്ടും അപ്പോഴുണ്ടായിരുന്നില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പൊ രാമന്റെ അഭിഷേകം ചെയ്തത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഗുഹൻ പോലും ഒരു കുംഭം ഒഴിച്ചു, സുഗ്രീവൻ ഒഴിച്ചു ഒരു കുംഭം, വിഭീഷൺ ഒഴിച്ചു ഒരു കുംഭം എന്ന് പറഞ്ഞാൽ നോക്കൂ, മനുഷ്യരാണോ അവരല്ല. എന്നിട്ട് പോലും ആ ഒരു ഭാവം കാണുന്നില്ലേ, സമഭാവം, സമദർശനം. എല്ലാവരും അവിടെ സമത്വം, സാഹോദര്യം തന്നെയായിരുന്നു പുലരുന്നുണ്ടായിരുന്നു. ഭൂമി സസ്യപരിപൂർണമായി വിളങ്ങി, കൃഷിപ്പിഴകൾ ഒട്ടുമുണ്ടായിരുന്നില്ല. രോഗങ്ങളും ബാലമരണങ്ങളൊക്കെ വരാതിരിക്കാൻ പരമാവധി ആതുര ശുശ്രൂഷ, ആതുര സഹായം അതിലൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതില് ഭർത്താവിന്റെ ഭരണകാര്യത്തിൽ സീതയും വേണ്ട പോലെ സഹകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് രാമായണത്തിൽ ഞാൻ പറയാം പിന്നീട്.
ഏതൊക്കെ സന്ദർഭത്തിൽ ഇത് കാണാം? തുടക്കത്തിൽ കാണാം. ഈ രാമൻ വനത്തിൽ പോവാൻ തീരുമാനമെടുത്ത സമയത്ത് തന്നെ വസിഷ്ഠ മഹർഷി കുലഗുരു പറയുന്നുണ്ട്, എന്റെ അഭിപ്രായത്തിൽ സീതയെ ഭരണമേൽപ്പിക്കാം. മനസ്സിലായോ? കുട്ടിയായിരുന്നു ഒന്ന്, എന്നിട്ട് പോലും. എന്താ കാരണം? ജനകന്റെ പുത്രിയാണ്. ജനകൻ ആരാ? രാജർഷി. ആ ട്രെയിനിങ്ങിൽ വളർന്നതല്ലേ ആ കുട്ടി. അതാണ് അത് ജനകൻ പറയുന്നുണ്ട്. വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടിയുടെയും പിന്നെ രാമന്റെയും കൈപിടിച്ച് ചേർത്ത് വെക്കുമ്പോൾ തന്നെ ജനകൻ അത് പറയുന്നത് ഞാൻ പറയാം. അത് പിന്നീട് സന്ദർഭം വരും. ആ കൊട്ടാരത്തിൽ രാത്രി ഏറ്റവും അവസാനം ഉറങ്ങിയിരുന്നത് സീതയാണെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് സീത ഉറങ്ങാൻ പോകുന്നത്. അതേമാതിരി എല്ലാവരും ഉണരുന്നതിന് മുമ്പേ സീത ഉണർന്നിരിക്കും. ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം? അത് ശരിക്ക് അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ട, പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഒരു കണ്ണുണ്ടായിരുന്നു. രാമന്റെ ഭരണത്തിൽ തനിക്കും ഒരു നല്ല റോൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം എടുത്താൽ മതി. മാത്രമല്ല അനുജന്മാര് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒക്കെ ജ്യേഷ്ഠന്റെ സൽഭരണം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ വേണ്ടി വേണ്ടത്ര ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെ പ്രയത്നം ചെറുതല്ല. അതിൽ സഹകരണവും സത്യധർമാദികൾ വെടിഞ്ഞിട്ട് ആരും അക്കാലത്ത് നടന്നിരുന്നില്ല അയോധ്യയിൽ. സദാചാരബോധവും ദൈവവിശ്വാസവും ജനങ്ങളിൽ വേണ്ടത്ര ഉണ്ടായിരുന്നു. അസൂയ, വഞ്ചന, മോഷണം, പരസ്ത്രീഗമനം, ഈ പാതിവൃത്യഭംഗം, വ്യഭിചാരം, ഈ പരധനം അപഹരണം, കൊല, കൊള്ളിവെപ്പ്, പരപീഡനം, അക്രമം, ഇതൊക്കെ ഇത്തരം അധർമ്മ പ്രവൃത്തികൾ രാജ്യത്തിലെങ്ങും ഉണ്ടായിരുന്നില്ല. കാരണം ഭയമുണ്ടായിരുന്നു. ഭയമുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു ഭരണം. അതിനുവേണ്ടി കർക്കശ രാജനിയമങ്ങളും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. രാജശാസനം ഒരാൾക്കും ഒരു തരത്തിലും നിരസിക്കാനാവില്ല. നിർദാക്ഷിണ്യം ശിക്ഷകൾ കൊടുക്കുമായിരുന്നു അങ്ങനെ വന്നാൽ. അത് വേണ്ടി വരാറില്ല. അങ്ങനെ സർവഗുണ സമ്പൂർണമായ ഒരു രാമരാജ്യം ശ്രീരാമേന്ദ്രൻ സ്ഥാപിച്ചു. കളവ്, കള്ളം, കള്ളനാഴി, കള്ളപ്പറ, കള്ളത്തൂക്കം, കള്ളവ്യാപാരം, അമിത രാജഭോഗം, നികുതി, അമിത നികുതികൾ, അതിനെപ്പറ്റി എത്ര വിസ്തരിച്ചാ പറയണത് അറിയോ? ഇത് നികുതിയുള്ള കുഴപ്പം എന്താണെന്ന് ഭരതനോട് ചിത്രകൂടത്തിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഴിമതി, പിന്നെ രാജസേവകന്മാർക്കൊരു മേധാവിത്വം ഉണ്ടാവും സാധാരണ ഏത് രാജ്യത്തും. ഞാനാണ് വലിയ ആള് എന്നുള്ള മട്ടിൽ അവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ രാജാവ് അറിയില്ല. അവർ പറഞ്ഞാലേ രാജാവ് അറിയുള്ളൂ. ഇവിടെ അതല്ല. രാമന് നേരിട്ട് വിവരം കിട്ടും, ചാരന്മാർ മുഖേന കിട്ടും. അതുകൊണ്ട് അവർക്കൊന്നും അങ്ങനെ മേധാവിത്വം കാണിക്കാനാവില്ല. അതൊക്കെ ഭരണത്തിലുള്ള ദുർദേവതാ മാരണങ്ങളാണ്. അതിനൊക്കെ ഉച്ചാരണം ചെയ്തിട്ടുണ്ട്. പ്രജാശ്രീയോടെ രാജ്യഭരണം ചെയ്യുന്നതിനിടയിലാണ് എന്താ പറയാ രാമഭദ്രൻ സർവോത്കൃഷ്ടമായ അശ്വമേധയാഗം നടത്തിയത്. ലോകപ്രസിദ്ധിക്കും കീർത്തി വർദ്ധിപ്പിക്കാനും ചക്രവർത്തി സ്ഥാനം ഉറപ്പിക്കാനൊക്കെയാണ് ചെയ്യുക. അത് ദശരഥൻ ചെയ്തിട്ടുണ്ട്. സർവ മാനവരാശിക്കും അദ്ദേഹം ആദർശപുരുഷനായിരുന്നു, മര്യാദാ പുരുഷോത്തമൻ. രാമരാജ്യ മാതൃക ഭാരതവർഷത്തിൽ മുഴുവനും ആദരിക്കപ്പെട്ടിരുന്നു അക്കാലത്ത് പല അവസരങ്ങളിലും സീതാദേവി ത്വജടയെ കുറിച്ച് അനുസ്മരിക്കും. എല്ലാവരോടും സംസാരിക്കുമ്പോൾ കൂട്ടത്തിൽ പറയും, അവിടെ ലങ്കയിൽ എനിക്ക് ഏറ്റവും വലിയ എന്താ പറയുക സാന്ത്വനം നൽകിയത് ത്രിജടയാണ്. അവളുടെ മഹാത്മ്യത്തെക്കുറിച്ച്. അവളുടെ അമ്മയും അങ്ങനെ തന്നെയാണ്, വിഭീഷണ ഭാര്യ. രാമനോടും പറയും. ബാഹ്യലോകവുമായി ബന്ധമില്ലാത്ത അന്തഃപുരത്തിൽ കഴിയുകയാണെന്ന് വിഭീഷണനിൽ നിന്ന് കേൾക്കും. പറയും, എപ്പോഴും പൂജയും മറ്റും ചെയ്താണ് മകള് ജട കഴിയുന്നതെന്നൊക്കെ വിഭീഷണൻ പറയുന്നതൊക്കെ രാമായണത്തിൽ കാണാം. സീതയും രാമനും നല്ല സുഖമായിട്ടാണ് ലങ്കയിൽ നിന്ന് വന്നതിന് ശേഷം ജീവിച്ചത്. രാജ്യത്തിനും ജനങ്ങൾക്കും ക്ഷേമസാകല്യം, ആനന്ദ സാഫല്യം നൽകിക്കൊണ്ട രഘുപതി സീതാസമേതം സഹോദരന്മാരുമൊത്ത് കഴിഞ്ഞുകൂടിയ കാലം. കുറച്ചു കാലത്തെ ആ വിരഹം മൂലം അനുഭവിച്ച ദുഃഖമൊക്കെ ജാനകി തീരെ മറന്നിരുന്നു. സീതാസവിധത്തിലല്ലാതെ രാമനെ കാണാനാവില്ല, രാമസവിധത്തിലല്ലാതെ സീതയെ കാണാനാവില്ല. ഒറ്റ മനസ്സാണ്, രണ്ട് ശരീരം, ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് മറ്റാൾ തുണ ആ നിലയിലാണ്. ഒരിക്കലും വേർപിരിയാതെ ആ ദമ്പതികൾ, മാതൃകാ ദമ്പതികൾ രണ്ടുടലും ഒരു പ്രാണനുമായിട്ടാണ് ജീവിതം നയിച്ചത്. രാജ്യഭരണകാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ആ മഹതി രത്നം വളരെ പ്രഗത്ഭയായിരുന്നു. ഒരു മന്ത്രിണിയെ പോലെ തന്നെ രാമനെ ഉപദേശിക്കലും
അതൊക്കെ രാമായണത്തിൽ കാണാൻ നിങ്ങൾക്ക് വായിച്ചാൽ. അത്ര മഹനീയമായ ആദർശത്തോടും സതീധർമ്മ നിഷ്ഠയോടും കൂടി ആശ്രിത വാത്സല്യത്തോടും കൂടിയാണ് ജാനകീദേവി കഴിഞ്ഞിരുന്നത്. ഒരു മാതൃക തന്നെയായിരുന്നു ജാനകീദേവി. അത് ബാലരാമായണത്തിൽ കുമാരനാശാൻ പറയുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. നമ്മുടെ തലത്തിലിരുന്നാണ് നമ്മൾ രാമനെയും സീതയെയും ഒക്കെ വിലയിരുത്തുന്നത്. ആ രാമഹൃദയം ശരിക്കും മനസ്സിലാക്കിയാൽ അതിൽ വാസ്തവത്തിൽ സീതയുമുണ്ട്. ആണ് കാട്ടിൽ ഉപേക്ഷിച്ചപ്പോഴും ഈ വാൽമീകി മഹർഷി സ്വീകരിക്കുന്ന രീതി കാണണം. സ്നുഷാ ദശരഥസ്യ ത്വം രാമസ്യ മഹിഷീ പ്രിയ ജനകസ്യ സുതാരാജ്ഞ സ്വാഗതം തേ പതിവ്രതേ സ്വാഗതം തേ പതിവ്രതേ. തമസാനദി തീരത്ത് വാൽമീകിയുടെ ആശ്രമത്തിന് സമീപം വെച്ച് സ്വീകരിക്കുന്നതാണ് ആശ്രമത്തിലേക്ക്. നമ്മളാ തോന്നുന്നത് സീത പരിത്യക്ത എന്ന്. ജനകനന്ദിനി, ദശരഥ സ്നുഷേ, രാമന്റെ മഹിഷി, അല്ലയോ പതിവ്രതേ, ഭവതിക്ക് സ്വാഗതം. എന്നിട്ട് അർഘ്യം അർപ്പിച്ച് ഒരു പിതാവിന്റെ വാത്സല്യത്തോടുകൂടിയാണ് തപസ്വിനികളെ ഏൽപ്പിച്ച് കാത്തിരിക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? വാൽമീകിയോട് രാമനുള്ള കടപ്പാട് ചില്ലറയൊന്നുമല്ല. നിരപരാധി എന്ന് നല്ലപോലെ അറിഞ്ഞിട്ടും രാമനെ ത്യജിക്കേണ്ടി വന്നു, മാറ്റി നിർത്തേണ്ടി വന്നു. ആ പുത്രന്മാരെ വളർത്തിയതിനും എത്ര തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് രാമന് വാൽമീകിയോട്. വാൽമീകിയുടെ പ്രത്യേകത എന്താ വെച്ചു കഴിഞ്ഞാൽ, ഈ കുലഗുരു വസിഷ്ഠനൊക്കെ കൊട്ടാരത്തിലെ പേറോളിലുള്ളവരാ. മനസ്സിലായോ? സാലറീഡ്. വാൽമീകി അതല്ല. വാൽമീകി വനത്തിലാ താമസിക്കണം. സത്യസങ്കല്പിയാണ്. അപ്പൊ ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. പറയേണ്ട ആവശ്യമില്ല. ആ കുട്ടികളെ വളർത്തിയ രീതിയിൽ തന്നെ അത് മനസ്സിലാവും. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നത് സമർത്ഥിക്കുകയാണ് വാൽമീകി മഹർഷി തന്റെ കൃതിയുണ്ട്. ത്രിവർഗങ്ങളിൽ അർത്ഥവും കാമവും ധർമ്മത്തിനു വേണ്ടി മാത്രമാണ്. അവ ധർമ്മത്തിന് വിപരീതമായാൽ നിസ്സംശയം രാമനവയെ കൈവിടി. അതാണ്. അർത്ഥത്തിനോ അധികാരത്തിനോ ഭോഗത്തിനോ ആ ധർമ്മധീരനെ കീഴടക്കാൻ സാധ്യമല്ല. ധർമ്മസ്ഥൈര്യത്തിൽ എന്നുള്ളതായ ഒരു അമാനുഷമായ ഇച്ഛാശക്തി, അതിന്റെ മുമ്പിൽ എതിർപ്പുകളും പ്രലോഭനങ്ങളൊക്കെ ഓടിമറിയും. പ്രജാതന്തു നിലനിർത്തുന്നു മാത്രമേ രാമൻ ഗൃഹമേധിധർമ്മം സ്വീകരിക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? പ്രജാതന്തു നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. ഉപനിഷത്ത് മന്ത്രമാണത്. കാരണം 12 കൊല്ലം അയോധ്യയില്, പിന്നെ 14 വർഷം കാട്ടില്. ആലോചിച്ച് നോക്കൂ. 26. പിന്നെ പട്ടാഭിഷേകത്തിന് ശേഷം ഒരു 39 വയസ്സായിട്ടുണ്ടാവും. അപ്പോഴാണ് അപത്യ ലാഭത്തിന് വേണ്ടി ചിന്തിക്കുന്നുള്ളൂ. ആ ഇച്ഛാശക്തി നോക്കൂ, എന്തൊരു വ്രതനിഷ്ഠയാണ്. ഭാരതത്തിലെ വ്യക്തിജീവിതവും കുടുംബജീവിതവും അങ്ങനെ സീതാരാമന്മാരായ കൊണ്ട് രൂപീകൃതമായതാണ്. ഇത് സ്ഥലനാമങ്ങൾ നോക്കൂ, ആളുകളുടെ പേര് നോക്കൂ. ഇനി നമ്മുടെ ശില്പം, സംഗീതം, ക്ഷേത്രങ്ങൾ, ഇവിടെയൊക്കെ മേൽ രാമായണത്തിനുള്ള സ്വാധീനം ചില്ലറയാണോ? അല്ല, അളത്ത് കിട്ടപ്പെടുത്താനാവില്ല. ഭാരതീയ ഭാഷകളിൽ ഏതെങ്കിലും എണ്ണപ്പെട്ടവയുടെ കൂട്ടത്തിൽ പെടുത്തണമെങ്കിൽ അതിൽ വാൽമീകിയുടെയും വ്യാസന്റെയും കൃതികളുണ്ടായിരിക്കണം. വാൽമീകിയോട് കടപ്പെട്ടില്ലാത്ത ഒരൊറ്റ കവിയോ സാഹിത്യകാരനോ ഭാരതത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തിന് അഭ്യസ്ത വിദ്യനെന്ന് എന്താ പറയാ, അഭിമാനിക്കണമെങ്കിൽ എന്ത് വേണം? വാൽമീകി കാവ്യം പഠിച്ചിരിക്കണം. രാഷ്ട്രീയ മണ്ഡലത്തിൽ പോലും രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ടിരുന്ന രാമരാജ്യമാണ്. അദ്ദേഹത്തിന്റെ അന്ത്യം വെടിയുണ്ടപ്പോ എന്താ? ഹേ റാം, മറന്നുപോയോ? രാമന്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ടല്ലേ അദ്ദേഹം പിന്നെ ഉയർവെടിഞ്ഞത്. പ്രജകളെ പിതാവിനെ പോലെ പരിപാലിച്ചു കൊന്ന ശ്രീരാമനാണ് നമ്മുടെ രാജ്യ മാതൃക. മതമണ്ഡലത്തിൽ രാമനെയും കൃഷ്ണനെയും മാറ്റി നിർത്തിയാൽ പിന്നെ ആധുനിക ഹിന്ദുമതം പിന്നെ എന്താ ബാക്കിയുള്ളത്? ആലോചിച്ച് നോക്കൂ. ഭക്തന്മാർ രാമനാമഭക്തി ഭരിതനായി ആനന്ദമഗ്ധരായി കൃതകൃത്യരായി കഴിയുന്നു. ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചും ആ നാമം കീർത്തിച്ചും ആ കഥകൾ ശ്രവിച്ചും അത് പങ്കുവെച്ചും ആധ്യാത്മ സാധകന്മാർ ജന്മസാഫല്യം നേടുന്ന അറിയുന്നില്ലേ? ഭാരതം രാമന്റെയും കൃഷ്ണന്റെയും നാടാണ്, വകയാണ്. അതെ, അതില്ലെങ്കിൽ പിന്നെ ഭാരതമില്ല. അവരെ മറന്നാൽ പിന്നെ എന്ത് ഭാരതം? ഭാരതം വെറും ഒരു ഭൂഭാരം. മനുഷ്യന് ശാന്തിയും സമാധാനവും സംതൃപ്തിയും സൗഹൃദവും അഭികാമ്യങ്ങളായിരിക്കുന്ന കാലത്തോളം സീതാരാമന്മാർ എന്നും ആദരിക്കപ്പെടും. അതാണ്.
ശ്രീരാമശരണം സമസ്തജഗതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യത്തെ കലിമലം രാമായ കാര്യം നമഃ. രാമാത്രസ്യതി കാലഭീമഭുജോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയ രാമത്വമേവാശ്രയ. ശ്രീരാമനാണ് സമസ്ത ലോകത്തിനും ശരണം. രാമനില്ലാതെ ആരുണ്ടൊരു ഗതി? കലിദോഷമെല്ലാം നീക്കുന്നു ഈ രാമൻ. ശ്രീരാമേന്ദ്രസ്വാമി വേണം നമസ്കരിക്കാൻ. കൊടിയ കാലസർപ്പത്തിന് പോലും ഭയമാണ് ഈ ശ്രീരാമേന്ദ്രന്. സർവവും രാമന് അധീനമാണ്. ശ്രീരാമനിൽ എനിക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാകുമാറാകണമേ. ഹേ രാമ, അവിടുന്ന് തന്നെയാണ് എനിക്ക് ആശ്രയം. ഭക്തിയും വിഭക്തിയും ചേർന്ന ഒരു ശ്ലോകം. വരം വരണ്യം വരദം തു കാവ്യം സംതാരയത്യാശു സർവലോകം സങ്കൽപ്പിതാർത്ഥപ്രദമാദികാമം ശ്രുത്വാച രാമസ്യ പദം പ്രയാതി. രാമായണ മഹാത്മ്യത് ഉത്കൃഷ്ടവും ഗ്രഹിക്കേണ്ടതും വരപ്രദവുമായ കാവ്യം സകലരെയും സംസാര സാഗരത്തിന്റെ മറുകര എത്തിക്കുന്നു. ആഗ്രഹിക്കുന്ന സകലതും അരുളുന്നതിന് സമർത്ഥമായ ഈ ആദികാവ്യം കേട്ടാൽ രാമപദം ലഭിക്കും ആണ്. ധർമ്മ്യം യശസ്യമായുഷ്യം രാജ്ഞാം ച വിജയാവഹം ആദികാവ്യമിതം ചാർഷം പുരാ വാൽമീകിനാ കൃതം. ധർമ്മപ്രദവും യശസ്കരവും ആയുർവർദ്ധകവും രാജാക്കന്മാർക്ക് വിജയദായകവുമാണ് വാൽമീകി മാമുനി രചിച്ച ഈ ആദികാവ്യം. ആയുഷ്യം ആരോഗ്യകരം യശസ്യം സൗഭ്രാതൃകം ബുദ്ധികരം ശുഭം ച ശ്രോതവ്യമേതന്നിയമേന സദ്ഭി ആഖ്യാനമോജസ്കരം വൃദ്ധികാമയീ. ആയുർദായകം, ആരോഗ്യപ്രദം, പിന്നെ യശസ്കരം, സാഹോദര്യ സംവർദ്ധകം, ആ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഫ്രട്ടർണിറ്റി ആണ്. ബുദ്ധിവർദ്ധകം, മംഗളാവഹം, ഫലപ്രദം, അതൊക്കെയാണ് ഈ രാമചരിതം. ഐശ്വര്യം അഭിലഷിക്കുന്ന ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ നിത്യവും സശ്രദ്ധം ശ്രവണം ചെയ്യേണ്ടതാണ് ഈ രാമകഥ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ. ഹരി ഓം.